ഹലോ, എല്ലാവർക്കും ആലീസിൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ഓണമൊക്കെ അടുത്ത് വരുന്നതല്ലോ അല്ലേ? ഞാൻ ഈ പ്രാവശ്യം ഓണം സ്പെഷ്യലായിട്ട് കുറേ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒന്നും സാധിച്ചില്ല. കാരണം എനിക്ക് ഇവിടെ ഇപ്പോൾ 3 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞു വാവയുണ്ട്. അതുകൊണ്ട് ഒന്നും നടന്നില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊരു ചെറിയ പായസം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ജോലി ചെയ്യുന്ന പഠിക്കുന്ന നാട്ടിൽ പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ചെറുപയർ പരിപ്പ് പായസമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയതായിട്ട് ഒരു 1/4 ഭാഗം പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഓണം അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ വായോ. ഞാനിവിടെ ഈ പായസത്തിന് ആവശ്യമായിട്ട് ഇത് കണ്ടോ, ചെറുപയർ പരിപ്പാണിത്. ഈ ചെറിയ കപ്പില് 1/4 കപ്പല്ല, അതിൽ കൂടുതലുണ്ട്. ഇത് കണ്ടോ, എന്നാൽ 1 കപ്പില്ല, അത്രയും ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പില്ല, 1/4 കപ്പ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത്രയും പച്ചരി. ഇത് രണ്ടും കൂടി ചേർത്താണ് ഞാൻ പായസം വയ്ക്കുന്നത്. ഈ ചെറുപയർ പരിപ്പ് മാത്രം ചേർത്ത് ചെറുപയർ പരിപ്പ് പായസം നമ്മൾ തയ്യാറാക്കും. പക്ഷേ ഞാനിത് രണ്ടും കൂടിയാണ് ചേർത്ത് വെക്കുന്നത്. ഞാൻ ഇവിടെ ഈ മെൻഷൻ ചെയ്തത് ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപയറിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിങ്ങനെ കിട്ടുമല്ലോ പാക്കറ്റിൽ, ചെറുപയർ പരിപ്പ്. കാരണം എൻ്റെ മക്കൾ പോലും പറയാറുണ്ട്, മമ്മി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം ഞങ്ങളെ പോലെയുള്ള കുട്ടികൾക്കൊന്നും ഇതുണ്ടാക്കണമെങ്കിൽ മനസ്സിലാവണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ചെറുപയർ പരിപ്പ് കഴുകി എടുത്തിരുന്നു. പിന്നെ ഇത് അരിയാണ്, അരി ഞാൻ കഴുകി വെച്ചു. ഇനി ഒരു തവ അടുപ്പത്ത് വെച്ച് കത്തിച്ചു. ഈ തവയിലോട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച ചുവ പോകാനായിട്ട് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായി. ഇതിലോട്ട് നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഇപ്പം നമ്മൾ കഴുകി വെച്ചിട്ട് വെള്ളം ശരിക്കും പോയിട്ടില്ല. ഈ വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് എന്നാൽ ഫ്രൈ ആവുകയും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചൂടായി വരട്ടെ. അല്ലെങ്കിൽ ഈ ചെറുപയർ പരിപ്പിന് ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവും. സാധാരണ മിക്കവരും നമ്മൾ ചെറുപയർ പരിപ്പ് മാത്രം ഇട്ടിട്ടാണല്ലോ പായസം വയ്ക്കുക. ഞാൻ ഒരു ശകലം പച്ചരിയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ട് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ ആവശ്യത്തിന് നമ്മൾ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തു. വഴറ്റുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പച്ച ചുവ മാറി, അത് മതി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ പച്ചരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. പാല് ഇതെല്ലാം കൂടെ ഇളക്കി ഇതിലോട്ടൊരു ശകലം ഉപ്പ്, ഒത്തിരിയില്ല, ഒരു ശകല ഉപ്പും ചേർത്തു. ഇതെല്ലാം കൂടെ ഇളക്കി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ പായസത്തിന് ഇത് കണ്ടോ, ഒരു 7 ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ കഷ്ടിച്ച് ജീരകം, ഇത്രയും ഉള്ള ഒരു ചുക്ക്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിൽ അല്പം പഞ്ചസാരയും ചേർത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഏലക്കായുടെ അരി മാത്രമേ എടുക്കുള്ളൂ, എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഒരു 300 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു കണക്കില്ല. ഇതാ നമ്മുടെ അരിയും ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ട കിട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ, ഇതുണ്ടോ നമ്മളിവിടെ കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറച്ച് തേങ്ങാപ്പാലിലൊന്ന് ഇതാക്കി എടുത്തു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഇത്ര ഒഴിച്ച് നിർത്തി. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം. ഇതിലോട്ട് തന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കുറച്ചും കൂടി ഒഴിക്കുക, ഇല്ലെങ്കിൽ തണുക്കുമ്പോൾ ഇതങ്ങ് കണ്ടമാനം മതി. ഇപ്പം കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടായി വരട്ടെ. ഇത് കണ്ടോ, ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലാണ്. ഞാനൊരു ശക്കലം തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുവാണ്. കാരണം ഇത് തണുക്കുമ്പോൾ ചിലപ്പോൾ കണ്ടമാനം കുറുകിയിരിക്കും. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇതാ ഇപ്പം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഏലക്കയും ജീരകവും ചുക്കും കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതെല്ലാം ഇതിൽ കട്ടയായിട്ട് കെട്ടിക്കിടക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മൾ ചുക്കും ജീരകവും എല്ലാം ഏലക്കയെല്ലാം ചേർത്തു. ഇതാ തിള വരാറായി. ഞാൻ തിളപ്പിക്കുന്നില്ല. നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ പായസം തിള വരാറായി. ഞാൻ ഓഫ് ചെയ്യുവാണേ. ഗ്യാസ് തവ വെച്ച് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞതും ഇത്രയും ക്യാഷും എടുത്തു വെച്ചിട്ടുണ്ട്. കിസ്മിസ് ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. പക്ഷെ ഇവിടെ ആർക്കും കിസ്മിസ് പായസത്തിലൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. ഇത് നെയ്യൊന്ന് ഉരുകി വന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് പായസത്തിൽ ചേർക്കാം. നമ്മുടെ നെയ്യ് ചൂടായി. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരാറാകുമ്പോൾ നമുക്ക് ക്യാഷ്യൂം കൂടി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇടുന്നവരാണെങ്കിൽ അതും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് വറുത്ത് അതിലോട്ട് ഈ നെയ്യും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കോ വീട്ടിൽ പോകാനൊന്നും പറ്റാത്ത ജോലി ചെയ്യുന്ന പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലോട്ട് ക്യാഷു കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതാ നമ്മുടെ ക്യാഷു തേങ്ങ എല്ലാം കറക്റ്റിന് മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം കറക്റ്റിനായിട്ടുണ്ട്. ഇതിനി നമുക്ക് പായസത്തിലോട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും കൂട്ടി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ടേസ്റ്റിയായ പെട്ടെന്നുണ്ടാക്കാവുന്ന പായസം റെഡി. പായസം ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് എടുത്തിരിക്കുകയാണ്. ഇതിനി നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ആവശ്യത്തിനുള്ള മധുരം എല്ലാം ഉണ്ട്, എല്ലാ പാകത്തിനുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.